ഇന്നത്തെ ദിവസത്തെ വീഡിയോ നമുക്ക് ക്ലീനിങ് ആയിട്ട് തുടങ്ങാം. സോ ഫസ്റ്റ് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു. വേറെ വല്ല പെയിൻറ്റിങ്ങിനടുത്ത് വെള്ളം കൊണ്ട് ക്ലീൻ ചെയ്യുന്നു, ചെറുതായിട്ട് ക്ലീൻ ചെയ്തു. സത്യം പറഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞു ഈ സാധനം കേട്ടോ, ഇതുകൊണ്ടൊരു ക്രാഫ്റ്റിന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ എൻ്റെ ഫസ്റ്റ് ജനമൊക്കെ ചെയ്യാൻ പോവാം. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. അപ്പം നമുക്ക് ഈ സാധനം കൊണ്ട് നാളെ എന്തെങ്കിലും പരിപാടി ചെയ്യാം. അങ്ങനെ ഇതാണ് എൻ്റെ ഫസ്റ്റ് ജേണൽ ബുക്ക്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്കൊരു നല്ല ജേണൽ ചെയ്യാം. അപ്പം ഫസ്റ്റ് പേജ് എല്ലാം നല്ല ക്ലീനാണ്. നിങ്ങൾക്ക് കാണാൻ എന്തോ ഒരു ഇതുപോലെ തോന്നും. അതുകൊണ്ട് ഞാൻ ഒരു വശത്തിൽ ഫോൺ ഒന്ന് വെക്കട്ടെ. ഓക്കെ, അങ്ങനെ ജേണൽ ബുക്കിൻ്റെ ഡെക്കറേഷൻ നമുക്ക് വേറെ ദിവസം ചെയ്യാം. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഞാൻ എടുത്തേക്കുന്ന ഒരു കളർ എന്ന് വെച്ചാൽ പിങ്ക് ആട്ടോ. പിങ്ക് കൊണ്ട് ഇതൊക്കെ ചെയ്യാം. സോ ഞാൻ മെയിനായിട്ട് കവായി സ്റ്റിക്കർ കൊണ്ട് അതൊക്കെ ചെയ്യാൻ പോകും. അപ്പോൾ ഫസ്റ്റ് വളരെ എക്സൈറ്റഡ് ആണ്. അപ്പം ആദ്യം തന്നെ ഞാൻ കുറച്ച് സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു പേപ്പർ നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ കയ്യിലുണ്ടെന്ന്. ഈ ഫ്ലാഷ് ഓഫ് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അതല്ല കളർ കാണാം, പക്ഷെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല അല്ലേ. അതാ കളർ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതുകൊണ്ട് ചുമ്മാ ഇതൊരു ഡെക്കറേഷനാക്കാം. അപ്പോൾ അതിന് മുൻപ് തന്നെ ഈ പെയിൻറ്റ് ബ്രഷൊക്കെ ഇട്ട് വെച്ചിട്ടില്ലേ, അതെന്തിനാണെന്നറിയാമോ? നമുക്ക് പെയിൻറ്റ് അടിക്കണം. എല്ലായിടവും അല്ല, ചിലടത്ത്. ഞാൻ പറയാം നിങ്ങളോട് എവിടേക്ക് അടിക്കണ്ടെന്നുള്ള കാര്യം. ജസ്റ്റ് സിമ്പിൾ വാക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവരോടും ഒരു കാര്യം പറയുവാണ്, ലൈക്ക് സബ്സ്ക്രൈബ്, ദാറ്റ്സ് മീൻ. ഓക്കെ ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യണം. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ ചെയ്ത് കാണും. ഏതായാലും ചെയ്യണം, എങ്ങനെയെങ്കിലും ഒരു 100K എങ്കിലും ആക്കണം. അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് പെയിൻറ്റ്. അപ്പം നമുക്ക് ചില സ്ഥലങ്ങളാണ് ഇത് അടിക്കണുള്ളത്. സോ ഫസ്റ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ ഫ്ലാഷ് വേണ്ടെന്ന് തോന്നാൽ ഞാനാണ് ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഇടയ്ക്കിടയ്ക്കിട്ട് കളറ് എന്നിട്ടാണ് ഇവിടെ ചെറുതായിട്ട് ഒരു ഫ്ലാഷൊക്കെ പോലെ നിങ്ങൾക്ക് ഇതൊന്ന് ഓഫ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളത് കുറച്ച് സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ചില സ്റ്റിക്കേഴ്സ് വെച്ചാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡെക്കറേഷൻ തന്നെ ഈ ഒരു സ്റ്റിക്കർ എടുക്കാം. രണ്ടെണ്ണം രണ്ട് സൈഡുകളാക്കി ഒട്ടിക്കാം. ഇത് ഞാൻ ഈ ഒരു ഇവിടെ ഒട്ടിക്കാം. ജസ്റ്റ് സിമ്പിൾ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഏറ്റവും ലാസ്റ്റ് വന്ന് ഈ ഒരു എൻഡിൽ ഒട്ടിക്കാം. അപ്പോൾ എൻ്റെ ചെറിയൊരു കോമ്പിനേഷൻ. കൈസ് നിങ്ങൾക്ക് ഈ കവൈകളിലാണോ അതോ ഇതോ ആണ് ഇഷ്ടപ്പെട്ടത്? എനിക്ക് ഇഷ്ടപ്പെട്ടത് പിങ്ക് ഡ്രസ്സിൻ്റെ ഫസ്റ്റ് കാണിച്ച പിക്ചർ തന്നെയാണ്. നമുക്ക് തൽക്കാലം അത് തന്നെ എടുക്കാം. ഇത് നമുക്ക് അതിനകത്ത് മെയിനായിട്ട് ഒറ്റൊരു ഗേളിനെ മതി. അപ്പോൾ ഈ ഗേളിനെ നമുക്ക് മിഡായിട്ട് ഒട്ടിക്കാം. ജീസസ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് പിങ്ക് ആയിട്ടുള്ള ഇതാണ്. ഒരു മിനിറ്റ്, പിന്നെ ഞാൻ ലാസ്റ്റ് ഡേയ്സ് പറയുവാൻ ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ ജസ്റ്റ് മേടിച്ചോ. ജസ്റ്റ് ആമസോണിലൊക്കെ ഉണ്ട്, റേറ്റ് കുറഞ്ഞ ഇതിന് കിട്ടുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ, നമുക്ക് തന്നെ ഞാൻ നമ്മുടെ ഈ ഒരു സാധനം എല്ലാവർക്കും അറിയാം. ഞാൻ ഇതിലും കുറച്ച് പെയിൻ്റൊക്കെ ആഡ് ചെയ്യാനൊക്കെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇത് നമുക്കിപ്പോൾ എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്യണം. നമുക്ക് ഞാനിതിപ്പോൾ നമ്മൾ ഗ്ലൂ ആഡ് ചെയ്തിട്ടുണ്ട്. കിസ്റ്റിന് ഇപ്പോൾ എവിടെ സ്റ്റിക്ക് ചെയ്യും? ഈ ഗേർഡിൻ്റെ അടുത്തായിട്ട് സ്റ്റിക്ക് ചെയ്യാം. ഓക്കെ, കാര്യം ഞാൻ ഈ ബുക്ക് ഇങ്ങനെ അടയ്ക്കുമെന്നാണ്. കാരണം സൈസ് കണ്ടോ. ഓക്കെ ഗൈസ്, നമുക്ക് ഇന്നുണ്ട് ഈ ഒരു പിങ്ക്, നമുക്ക് ഫുള്ളി പിങ്ക് കളർ വേണ്ടി അത് നമ്മുടെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു സ്റ്റിക്കർ നമുക്ക് ഇത് ഒട്ടിക്കാം. ഓക്കെ, നമുക്ക് ഈ ചെറിയ നോട്ട്ബുക്കും നമുക്ക് ഇവിടെ ഒട്ടിക്കാം. അതാകുമ്പോൾ കുറച്ച് രസമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിക്കർ ഒട്ടിക്കാം. ഇത് നമുക്ക് തന്നെ ഈ ഒരു ഏറ്റവും ലാസ്റ്റുള്ള ഒട്ടിപ്പോയോ കർത്താവേ ഒക്കെ ദിവസം നോക്കില്ലേ. ഓക്കെ ഗൈസ്, താണ്ട ഇവിടെ കറക്റ്റ് ഇവിടെ ഒട്ടിക്കാം. നമുക്കൊരു ഫ്ലവറും കൂടി ഒട്ടിക്കാവേ. അല്ല ഫ്ലവർ ഇപ്പോൾ എവിടെയാണ്? ഇവിടെ ഒട്ടിക്കാം. സൂപ്പർ. നമ്മുടെ ലാസ്റ്റ് കവർ സ്റ്റിക്കാണ് ഒട്ടിക്കുന്നത്. വേണ്ട, നമുക്കിത് ഇവിടെ ഒട്ടിക്കാം. സൂപ്പർ. നമുക്കൊരു പിങ്ക് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളൊരു കളറാണ്, എന്നാലും കുഴപ്പമില്ല. ഈ ഓർമ്മ ഇവിടെ താഴെ ജസ്റ്റ് സീ.
ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു തട്ടിക്കൂട്ട് എഴുത്ത് എഴുതാം. ഏറ്റവും ലാസ്റ്റ് ഹലോ കിറ്റിയുടെ സ്റ്റിക്കർ അല്ലെങ്കിൽ പിങ്ക് ഇല്ല, പക്ഷേ ഇങ്ങനെ ഇവിടെ നിന്നോ ഒരു ഇങ്ങനെ തല മാത്രമുള്ള ഒരു പിങ്ക് അപ്പം അത് ഒട്ടിക്കാം. പിന്നെ വെച്ചതാണ്ട് ഇതിനകത്ത് ഈ ഒരു സ്റ്റിക്കർ നമ്മുടെ ഇമ്മാതിരി സ്റ്റിക്കറിൽ അതിനകത്ത് ഇതേ ഉള്ളു, അതും എടുത്ത് ഇപ്പോൾ സ്റ്റിക്കറിൻ്റെ ലോഗോ ആയല്ലോ ഇതേ. ഓക്കെ, ഇനി നമുക്ക് ഒട്ടിക്കാനുള്ളത് നമ്മുടെ മറ്റേ ക്രാഫ്റ്റ് പോലെ ചെയ്ത ആ സംഭവം. എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട പിങ്ക് കളർ ഇതാട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ നമുക്ക് ടോപ്പിൽ ഒട്ടിക്കാം. വേണ്ട, ഓക്കെ, ഇത് സെറ്റപ്പായി. ഇനി കുറച്ച് എഴുത്തും കാര്യങ്ങൾ അതൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ ഒട്ടിക്കണം. ഇനി നമ്മൾ മുത്തൊട്ടിക്കാൻ പോകും കേട്ടോ. അതാണ്ട് ഇതാണേ ഗൈസ്, തന്നെ ഞാൻ ഇവിടാണ് ഈ മുത്തിൻ്റെ ഗ്ലൂ ഒട്ടിച്ചേക്കുന്നത്. അങ്ങോട്ടങ്ങ് വെച്ചേക്കാം. ഇങ്ങനെ ആമക്കിയിട്ടുണ്ട്, സെറ്റായിക്കോളും ഗൈസ്. നീ സാധനം ഇത് നമുക്ക് ഇപ്പോൾ ഒട്ടിക്കാം. പിന്നെ ഇങ്ങനൊരു ചെറിയൊരു സ്റ്റിക്കി നോട്ട് നമുക്ക് എഴുത്തും കാര്യങ്ങളൊക്കെ അപ്പോൾ എഴുതാം. അപ്പം ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത് ക്യൂട്ട് ജേണൽ ഇമാതിരി പന്ന ഹാൻഡ് റൈറ്റിങ് പോലൊക്കെ ഇമാതിരി ഹാൻഡ് റൈറ്റിങ് പഠിക്കാം. അല്ലെങ്കിൽ ജേണൽ വേണം. എ ക്യൂട്ട് വേൾഡ് ഓഫ് പിങ്ക്. പിന്നെ ചുമ്മാ ഒരു കുറ്റിവര സെറ്റപ്പൊക്കെ ആക്കി. ദാറ്റ്സ് ഓൾ. ഇനി ഇവിടെ അടിപൊളി വേൾഡ് ഓഫ് സ്റ്റിക്കേഴ്സ് ഒക്കെ ചെയ്ത് അപ്പം ഇത്രയൊക്കെ ഉള്ള ഈ ഒരു ജേണൽ. പിന്നെ ഈ ഒരു ഫ്ലവർ ഒട്ടിക്കാം. ഒരു സ്റ്റിക്കർ ഒട്ടിക്കാൻ ചെറുതായിട്ട് തോന്നിയപ്പോൾ നമ്മുടെ ഈ ഒരു സംഭവമില്ലേ ഇതിനടിയിൽ, അപ്പോൾ ഇത് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒട്ടിക്കാം. ഇവിടെ പിന്നെ ചെറിയ ഒരെണ്ണം ഗൈസ്. ഇവിടെ ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കാൻ തോന്നി, അപ്പോൾ അതും കൂടി ഒട്ടിക്കാം. ലാസ്റ്റ് അത് നമ്മുടെ ലാസ്റ്റ് സ്റ്റിക്കറോട് നമ്മുടെ ജേണൽ കഴിഞ്ഞു ഗൈസ്. അങ്ങനെ കഴിഞ്ഞു. പിന്നെ ലാസ്റ്റ് ഫൈനലൊക്കെ കാണിക്കാൻ പോവാണേ. അല്ല, എനിക്ക് ഒരെണ്ണം കൂടി ഒട്ടിക്കാൻ തോന്നുന്നു ഗൈസ്. ഈ സ്റ്റിക്കർ ദ ലാസ്റ്റ് വൺ. അങ്ങനെ കംപ്ലീറ്റ്ലി ഇറ്റ്സ് ഡൺ. അങ്ങനെ നമ്മുടെ മാസ്റ്റർ പീസ് റെഡി ആയി ഗൈസ്. ടഡാ, ഹൗസ് സെറ്റ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ.